കെ.വി. തോമസിനും CPIM-നും എതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MP സെബാസ്റ്റ്യൻ പോൾ. ആശാപ്രവർത്തകരുടെ പ്രശ്നം തീർക്കാൻ കഴിയാതെ പ്രത്യേക പ്രതിനിധിക്ക് വാരിക്കോരി കൊടുക്കുന്നു. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നതാണ് തോമസിന്റെ തത്വശാസ്ത്രം. വാങ്ങുന്നയാൾക്ക് നാണമില്ലെങ്കിൽ കൊടുക്കുന്നയാൾക്കെങ്കിലും അതുണ്ടാകണമെന്നും ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടുന്നു. കെ.വി. തോമസ് ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം നിർമ്മലാ സീതാരാമനെ കാണുന്നതിനിടെയാണ് ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ആസിഫ്, പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം അതേപടി പറഞ്ഞിരിക്കുകയാണ് സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം എന്തൊക്കെയാണ് ഈ കെ.വി. തോമസുമായി ബന്ധപ്പെട്ട് മാത്രമാണോ അദ്ദേഹത്തിന് വിയോജിപ്പുള്ളത്? അദ്ദേഹം ഈ ലേഖനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ആസിഫ്. ലക്ഷ്മി, ട്രഷറി തുറന്നിട്ട തോമസിന്റെ പുഴുക്ക് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ ലേഖനം ഇത്തരത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായും കെ.വി. തോമസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒഴിവാക്കി സിന്ധു ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം കെ.വി. തോമസിന് വിജയിക്കാൻ വഴി തുറന്നിടുകയായിരുന്നു എന്നുള്ള വിമർശനമടക്കം അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിക്ക് വലിയ രീതിയിൽ പണം വാരിക്കോരി ചെലവാക്കുകയാണ്. അത് ആശാവർക്കർമാരുടെ സമരം ഇത്തരത്തിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് ഇപ്പോഴും ആ രീതി തന്നെ തുടരുന്നു എന്നുള്ള വിമർശനം സെബാസ്റ്റ്യൻ പോൾ ഉയർത്തി കാണിക്കുന്നു. അതിൽ ആ വിമർശനം ഇത്തരത്തിലാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 തവണ CPM-നെ നാണം കെടുത്തി തോൽപ്പിച്ച ആളാണ് കെ.വി. തോമസ് എന്ന് പറയുന്നത്. ആശാപ്രവർത്തകരുടെ പ്രശ്നം തീർക്കാൻ കഴിയാതെ പ്രത്യേക പ്രതിനിധികൾക്ക് വാരിക്കോരി പണം കൊടുക്കുന്നു. വാങ്ങുന്നവർക്ക് നാണമില്ലെങ്കിൽ കൊടുക്കുന്നവർക്കെങ്കിലും അതുണ്ടാകണമെന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ധനമന്ത്രി ബാലഗോപാലിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലാതെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെയും ഖജനാവിൽ നിന്ന് പണമെടുത്തു കൊടുക്കാൻ വേലുത്തമ്പിയുടെ നാട്ടുകാരനായ ബാലഗോപാലിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പമാണ് ഇതിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ഈ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പറയുന്നത് 2009 താൻ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തന്നെ ഒഴിവാക്കി സിന്ധു ജോയിയെ കൊണ്ടുവന്ന കെ.വി. തോമസിന്റെ വിജയം ഉറപ്പാക്കിയത്. ആ സഖാക്കൾക്കും ആ നേതാക്കൾക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ള കാര്യമാണ് സെബാസ്റ്റ്യൻ പോൾ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നതാണ് തോമസിന്റെ തത്വശാസ്ത്രം എന്നത് മനസ്സിലാക്കണമെന്നുള്ള കാര്യവും ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ പോൾ ഈ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന് കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു വാങ്ങാൻ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയ കെമിസ്ട്രി മാഷ് കെ.വി. തോമസ് സ്ഫടികത്തിലെ ചാക്കോ മാഷ് പറഞ്ഞതുപോലെ ബബ്ബ പറഞ്ഞുകൊണ്ട് വെറും കൈയോടെ തിരിച്ചു വരികയായിരുന്നു എന്നും ഈ ഒരു ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ഏതായാലും ഈ പാർട്ടിക്ക് ലഭ്യ കൊടുക്കുക അടക്കം ചെയ്ത് തൻ്റെ ഔദ്യോഗിക വസതി അടക്കം പാർട്ടിക്ക് കൊടുക്കുക അടക്കം ചെയ്ത തന്നെ അടക്കം യാതൊരു ഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല തുടങ്ങിയ ഒരു വിമർശനവും കൂടി സെബാസ്റ്റ്യൻ പോളിന് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ഒരു സ്വാഭാവികമാണ്. താൻ പാർട്ടിയുടെ MP ആയതിനു ശേഷം മറ്റ് സ്ഥാനങ്ങൾ വഹിക്കാതിരുന്നത് അനർഹർ ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ വഹിക്കരുത് എന്നുള്ള ഒരു വിചാരം തനിക്ക് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കെ.വി. തോമസ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അതൃപ്തി പരസ്യമാക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.